രാജ്യം നടുങ്ങിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് 1 വർഷം. ആഴത്തിലുള്ള മുറിപ്പാടുകൾ അവശേഷിപ്പിച്ച ദുരന്തത്തിൽ 26 പേർക്കാണ് ജീവൻ പൊലിഞ്ഞത്. അതിർത്തി കടന്നെത്തിയ പാക് ഭീകരതയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയായിരുന്നു ഇന്ത്യയുടെ മറുപടി. അപ്പോഴും ആക്രമണത്തിന്റെ സൂത്രധാരന്മാർ എന്ന് കരുതുന്ന പലരും കാണാമറയത്താണ്. പതിവ് പോലെ അവസാനിക്കുമായിരുന്ന തിങ്കളാഴ്ചയായിരുന്നു അന്ന്. ബൈസരൻ വാലിയിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയായിരുന്നു 100-ലധികം വരുന്ന വിനോദസഞ്ചാരികൾ. ആ സന്തോഷ നിമിഷങ്ങൾക്കിടയിലേക്കാണ് ഭീകരർ നിറയൊഴിച്ചത്. വിവേചനരഹിതമായുള്ള ആക്രമണത്തിൽ 25 വിനോദസഞ്ചാരികളുടെയും ഒരു പ്രദേശവാസിയുടെയും ജീവൻ പൊലിഞ്ഞു. വിവാഹം കഴിഞ്ഞ 6-ാം നാൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഹരിയാന സ്വദേശി ഹിമാൻഷി നർവാൾ, പിറന്നാൾ ആഘോഷത്തിനെത്തിയ ഭർത്താവിനെ നഷ്ടപ്പെട്ട ശീതൾ, അങ്ങനെ എത്രയോ കണ്ണീർ മുഖങ്ങൾ. കുടുംബാംഗങ്ങൾ നോക്കി നിൽക്കെയാണ് ഭീകരർ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ ജീവനെടുത്തത്. ഭീകരാക്രമണത്തിന്റെ 15-ാം നാളിലായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ലക്ഷ്യം വെച്ച സേന 9-ലധികം ഭീകര താവളങ്ങൾ തകർത്തു. 100-ലധികം ഭീകരരെ വധിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തിന്റെ പ്രതീകമായി മാറി ഓപ്പറേഷൻ സിന്ദൂർ. ഇന്നിപ്പോൾ പഹൽഗാം ശാന്തമാണ്. ഓരോ ചുവടിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയുമുണ്ട്. ജമ്മുകശ്മീർ സർക്കാർ നടപ്പാക്കിയ QR കോഡ് സംവിധാനത്തിലൂടെ പഴുതടച്ച സുരക്ഷ ഒരുക്കുന്നു. ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുമ്പോഴും ഭീകരതയോട് രാജ്യം പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം-ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. അന്താരാഷ്ട്ര അതിർത്തികൾ അടച്ചതിനൊപ്പം മാസങ്ങൾ നീണ്ടുനിന്ന തീപാറുന്ന പരസ്യ പ്രചാരണത്തിനും തിരശ്ശീല വീണു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് പശ്ചിമബംഗാളുമായി അതിർത്തി പങ്കിടുന്ന നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ അതിർത്തികൾ പൂർണ്ണമായും അടച്ചു. വോട്ടെടുപ്പ് അവസാനിക്കുന്ന 23-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ശേഷമേ ഇനി അതിർത്തികൾ തുറക്കൂ. നക്സൽ ബാരിക്ക് സമീപം മേച്ചി നദിക്കുപ്പുറം നേപ്പാളാണ്. ഇവിടുത്തെ പ്രധാന ചെക്ക് പോയിന്റായ പാനി ടാങ്കയിൽ 100 കണക്കിന് ട്രക്കുകളുടെ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. നിലവിൽ നേപ്പാൾ രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളെയും നേപ്പാൾ പൗരന്മാരെയും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ആർക്കും പ്രവേശനമില്ല. അതിർത്തികൾ പൂർണ്ണമായി അടച്ചു കഴിഞ്ഞു. ബംഗ്ലാദേശ്, അതേപോലെ നേപ്പാൾ, ഈ അതിർത്തികളാണ് ഇപ്പോൾ പൂർണ്ണരൂപത്തിൽ സീൽ ചെയ്തിരിക്കുന്നത്. ബംഗാൾ കണ്ട ഏറ്റവും വലിയ ഹൈ വോൾട്ടേജ് പ്രചരണത്തിനാണ് ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. 1ാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന 152 നിയമസഭാ മണ്ഡലങ്ങളും കേരളത്തിലേതിന് സമാനമായ രീതിയിൽ ആവേശകരമായ കുട്ടിക്കലാശമാണ് ബംഗാളിലും അരങ്ങേറിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ വമ്പൻ താരനിരയെ അണിനിരത്തിയാണ് BJP 152 മണ്ഡലങ്ങളിലും പ്രചാരണം നയിച്ചത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും തന്നെയാണ് TMCയുടെ കരുത്ത്. തൃണമൂൽ കോൺഗ്രസിനും BJPക്കും ഈ 152 സീറ്റുകൾ അഭിമാന പോരാട്ടമാണ്. അധികാരത്തിലെത്താൻ ഈ ഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത് ഇരുവിഭാഗത്തിനും അത്യന്താപേക്ഷിതമാണ്. എല്ലാ പഴുതുകളും അടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. 152 നിയമസഭാ മണ്ഡലങ്ങൾക്കുള്ള പരസ്യ പ്രചരണം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. കേരളത്തിലെ പോലെ തന്നെ കൊട്ടിക്കലാശത്തോടു കൂടിയാണ് ഇവിടെയും പരസ്യ പ്രചരണം ഇരു പാർട്ടികളും അവസാനിപ്പിച്ചത്. ക്യാമറമാൻ അമൽ വടകരക്കൊപ്പം KS ശരത്ലാൽ, ബംഗാൾ.